ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ബ്രാലാണ്. അപ്പോൾ ബ്രാൽ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടൊരു നാടൻ ഫിഷ് കറി ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബ്രാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 2 ടൊമാറ്റോ, 4-5 പീസ് ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4-5 പീസ് പച്ചമുളക്, പിന്നെ നമ്മുടെ നാളികേരപ്പാൽ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. 1-ാം പാല് 1 കപ്പും 2-ാം പാല് 2 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുടംപുളി ഒരു 4-5 പീസ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഓൾറെഡി ഫിഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 2-ാം പാൽ ആഡ് ചെയ്യുക. അതിനുശേഷം പൊടികൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അത്രയേ ഉള്ളൂ നമ്മുടെ പൊടികൾ. അത്രയും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപുളി അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് എല്ലാതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിഷൊക്കെ അത്യാവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഇതിലുള്ള ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ആഡ് ചെയ്യണം. 1-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം അധികം ഒന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും 1 പച്ചമുളകും അതേപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില ഇത്രയും നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചുവന്നുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മീൻ കറിയുടെ മുകളിലേക്ക് ഈ താളിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്, ഒരു നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.